ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നഗരക്കാഴ്ചകൾ, തിരുവനന്തപുരം ജില്ലയുടെ നഗരക്കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മളിന്ന് നഗരക്കാഴ്ചകൾ കാണാൻ പോകുന്നത് ഈ ബസ്സിലാണ് കേട്ടോ. ഇത് KSRTCയുടെ ഷിഫ്റ്റ് ബസ്സാണിത്. ഇത് എന്ന് പറഞ്ഞതൊരു ഓപ്പൺ ടോപ്പ് ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സാണ്. ഇതൊരു ട്രിവാൻഡ്രത്തിൻ്റെ പ്രധാന ലാൻഡ്മാർക്ക് എല്ലാം കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ ട്രിപ്പാണ് കേട്ടോ ഇത്. ഇതിന് 3 മണി മുതൽ 10 മണി വരെ ഇത് സർവീസ് ഉണ്ട്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ടും അവരുടെ സർവീസ് ഉള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇതിന് വേണ്ടി ചൂസ് ചെയ്തത് 6 മണിക്കുള്ളതാണ് കേട്ടോ. 6 മണിക്ക് തന്നെ നമ്മൾ റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് വിളിക്കും. നമ്മൾ ലേറ്റ് ആയാലും അവർ വിളിക്കും, ഇതുപോലെ കോൾ ചെയ്യും. നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് 6 മണിക്ക് ഇവിടെ റെഡിയായി ഡബിൾ ഡെക്കർ ബസ്സിൽ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഈ സ്പോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്പോട്ട് പ്രധാന ബസ് സ്റ്റോപ്പ് ഡിപ്പോ ആണ് ഈ കാണുന്നത്. നമ്മളെല്ലാം, ഞാനും സായിയും അമ്മയും ചേച്ചി എല്ലാവരും ഉണ്ട്. ഞങ്ങളിന്ന് തിരുവനന്തപുരം നഗര കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ ബസ് ഇതാ എടുത്തു. ഇതിൽ തന്നെ ഓൾറെഡി ഓഡിയോ ഉണ്ട്. അവർ സ്പോട്ടെല്ലാം പറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് കിള്ളിപ്പാലം മുതൽ കിഴക്കേക്കോട്ട വരെ വ്യാപിച്ചു കിടക്കുന്ന ചെറുതും വലുതുമായ കച്ചവട സ്ഥാപനം നടക്കുന്നതാണ് ചാലി മാർക്കറ്റ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ശ്രീ ലോകത്തിലെ തന്നെ സമ്പന്ന ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഗണപതി ക്ഷേത്രമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. ഇപ്പോഴും മിലിറ്ററിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. വംശത്തിന്റെ മാസത്തിലൊരിക്കൽ കൂടി വരാറുള്ള ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ദർബാർ ഹാൾ ഇവിടെ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ ദിവാനായിരുന്ന മാധവറാവുമാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് വാഹനത്തിന്റെ ഇടതുഭാഗത്തായി കടന്നു പോകുന്നത്, ലെഫ്റ്റ് സൈഡ്. ഈ പ്രതിമയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി സ്ഥാപിച്ചത്. അതിനാൽ ഈ സ്ഥലത്തെ സ്റ്റാച്യു എന്നറിയപ്പെടുന്നു.
ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ കണ്ടക്ടർ വന്നു, ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കോളേജ് മുൻ രാഷ്ട്രപതി KR നാരായണൻ, ചിത്രകലാകാരനായ രാജാ രവിവർമ്മ എന്നീ അതിന്റെ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജിലെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റാണ്. ഇടതുഭാഗത്തായി പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും ആന്ധ്രയുടെയും പഞ്ചാബിന്റെയും ഗവർണർ പദവിയിൽ നിന്ന് വ്യക്തി കൂടിയാണ് പട്ടം താണുപിള്ള. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് കടന്നു പോകുന്നത്. റൈറ്റ് സൈഡ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇടതുഭാഗത്തായി ലെഫ്റ്റ് സൈഡ് KTDCയുടെ ആദ്യകാല ഹെറിറ്റേജ് ഹോട്ടലായ മസ്കറ്റ് ഹോട്ടൽ. కూడా నాకు ഇടതുഭാഗത്തായി ലെഫ്റ്റ് സൈഡ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള CSI ചർച്ചാണ്. പൂർണ്ണമായി പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചർച്ചാണ്. റൈറ്റ് സൈഡ് തിരുവനന്തപുരം നഗരസഭാ കാര്യാലയം, കോർപ്പറേഷൻ ഓഫീസ്. ലെഫ്റ്റ് സൈഡ് തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം, നാപ്പിയർ മ്യൂസിയം എന്നറിയപ്പെടുന്നു. ആനക്കമ്പ് തീർത്ത കരകൗശല വസ്തുക്കളുടെയും പുരാതനമായ ശില്പങ്ങളുടെയും പ്രദർശനം ലഭ്യമാണ്. 1855 പണി പൂർത്തിയായി. 1857 പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. വലതുഭാഗത്തായി ഗവൺമെന്റ് ഓഫീസുകളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പബ്ലിക് ഓഫീസ്. ലെഫ്റ്റ് സൈഡ് സൂ. ഇടതുഭാഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലയാണ്. 55 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1000-ൽ പരം പക്ഷിമൃഗാദികൾ വസിക്കുന്നു. വലതുഭാഗത്തായി റൈറ്റ് സൈഡ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു പാർക്ക്. തൊട്ടു തന്നെ വലതുഭാഗത്തായി കുട്ടികളുടെ പാർക്കായ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. മുൻകാലങ്ങളിൽ ഇതിന്റെ മുകൾ വശത്തായിരുന്നു വാന നിരീക്ഷണ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇടതുഭാഗത്തായി കനകക്കുന്ന് കൊട്ടാരം. ലെഫ്റ്റ് സൈഡ് കനകക്കുന്ന് പാലസ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെത്തുന്ന നോൺ വെജ് കഴിക്കുന്ന വ്യക്തികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാരം സദസ്യമായി നിർമ്മിച്ച കൊട്ടാരമാണ് കനകക്കുന്ന് കൊട്ടാരം. ഇപ്പോൾ വിവിധ സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. ഇടതുഭാഗത്തായി കടന്നു വരുന്നു ഇന്ത്യൻ നേവിയുടെ സീ ഹോക്ക്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏറ്റവും പങ്കുവഹിച്ച ഒരു ഫൈറ്റർ ഫ്ലൈറ്റ് കൂടിയാണ് ഇന്ത്യൻ നേവിയുടെ സീ ഹോക്ക്. റൈറ്റ് സൈഡ് ജലബം. റൈറ്റ് സൈഡ് കേരള വാട്ടർ അതോറിറ്റി. ശ്രദ്ധിക്കുക, മരച്ചില്ലകൾ താഴ്ന്ന പ്രദേശങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക, മരത്തിന്റെ വള്ളികൾ താഴ്ന്നു വരുന്നുണ്ട്. വലതുഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് അരങ്ങേറുന്ന മാനവീയം വേദി. രാത്രികാലങ്ങളിൽ പാട്ട് ഡാൻസ് അരങ്ങേറുന്ന തിരുവനന്തപുരത്തിന്റെ മാനവീയം വേദി. വലതുഭാഗത്തായി നമുക്ക് ആദ്യമായി കളർ TV സമ്മാനിച്ച കെൽട്രോൺ.
കാഴ്ചകളൊക്കെ വലതുഭാഗത്തായി കണ്ടിട്ട് റൈറ്റ് അടിപൊളി സൈഡ് രസാണ് ഒരു കേട്ടോ. എന്ന ബിൽഡിങ്ങിന്റെ പ്രത്യേകത. വേമോ? യെസ്, അംബാനിയുടെ വീടിന്റെ അതേ മോഡലിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡ് ബിഷപ്പ് ഹൗസ്. ഇടതുഭാഗത്തേക്ക് കടന്നു വരുന്നു. ലെഫ്റ്റ് സൈഡ് തിരുവിതാംകൂറിന്റെ ചാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അക്കമാച്ചെറിയന്റെ പ്രതിമയാണ്. വലതുഭാഗത്തായി റൈറ്റ് സൈഡ് കേരള രാജ്ഭവൻ പോലീസിന്റെ അതീവ സുരക്ഷയിലുള്ള ഗവർണറുടെ ഔദ്യോഗിക വസതി. റൈറ്റ് സൈഡ് വലതുഭാഗത്തായി മന്ത്രിപരമായ മൻമോഹൻ ബംഗ്ലാവ്. ഇടതുഭാഗത്തായി ലെഫ്റ്റ് സൈഡ് റിസർവ് ബാങ്ക് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ്. ലെഫ്റ്റ് സൈഡ് റിസർവ് ബാങ്ക് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ്. Right side, Trivandrum Tennis Club. അടുത്ത നമ്മൾ എത്തുന്നു കവടിയാർ ഭാഗത്തേക്കാണ്. കവടിയാർ കൊട്ടാരത്തിനടുത്തേക്കാണ്. മ്യൂസിയം മുതൽ കവടിയാർ വരെ തിരുവനന്തപുരത്തിന്റെ രാജവീതി അറിയപ്പെടുന്നു. മ്യൂസിയം മുതൽ കവടിയാർ വരെ തിരുവനന്തപുരത്തിന്റെ രാജവീതി അറിയപ്പെടുന്നു. വാഹനത്തിന്റെ നേരെ മുന്നിൽ കടന്നാണ് കവടിയാർ കൊട്ടാരത്തിന്റെ ഇൻ കവാടം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന കവടിയാർ കൊട്ടാരം 44 ഏക്കറിൽ 3 നിലകളിലായി 110 മുറികളുള്ള കൊട്ടാരമാണെന്ന് ചരിത്രം പറയുന്നു. ഇപ്പോഴും രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. പാട്ടൊക്കെ ഇട്ട് ഫുൾ വൈബിലാണ് കേട്ടോ പോകുന്നത്. അവിടെ പലരും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഫുൾ അടിപൊളി ഒരു ടൂറായിരുന്നു ഇത്. Don't push back. 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 Conscience under pressure. Conscience under pressure.
don't push back. ഇടതുഭാഗത്തായ ലെഫ്റ്റ് സൈഡ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് 1889 ആയുർവേദ പഠനത്തിനും അതിലുപരി ആയുർവേദ ചികിത്സയ്ക്കും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നമുക്ക് സമ്മാനിച്ച മറ്റൊരു മുതൽക്കൂട്ടാണ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. തന്നെ ഇടതുഭാഗത്തായി ഫൈൻ ആർട്സ് കോളേജ് 1888 ചിത്രരചനാ പഠനത്തിന് വേണ്ടി തിരുവിതാംകൂർ രാജവംശം നമുക്ക് സമ്മാനിച്ച മറ്റൊരു മുതൽക്കൂട്ടാണ് ഫൈൻ ആർട്സ് കോളേജ്. ഇടതുഭാഗത്തായി പ്രശസ്തമായ പാളയം മാർക്കറ്റ് അതിപുരാതനമായ പ്രശസ്തമായ പാളയം മാർക്കറ്റാണ്. Do you have a bike and you are looking for a better way to earn money? University Library. മുതലായി MLA ഹോസ്റ്റലിൽ MLA റെസ്റ്റ് ഹൗസ് അതിൽ ഓരോ ബിൽഡിങ്ങും ഓരോ നദികളുടെ പേരിൽ അറിയപ്പെടുന്നു. പമ്പ, നിള, കാവേരി, പെരിയാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. നേരെ മുന്നിലായി വലതുഭാഗത്തായി കേരള യൂണിവേഴ്സിറ്റിയുടെ സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. അടുത്ത നമ്മളെത്തുന്നു തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന പാളയം. വലതുഭാഗത്തായി റൈറ്റ് സൈഡ് സാഫല്യം കോംപ്ലക്സ് തിരുവനന്തപുരത്തിന്റെ ആദ്യകാല ഷോപ്പിംഗ് മാൾ എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഇടതുഭാഗത്തായി ലെഫ്റ്റ് സൈഡ് ദേവസ്വം ബോർഡിന്റെ വിനായക ക്ഷേത്രം. തൊട്ടുചേർത്ത് തന്നെ പാളയം ജുമാ മസ്ജിദ്. ഇതിന് പുറകുവശത്തായി ഒരു ക്രിസ്തീയ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഒരു കോമ്പൗണ്ടിൽ 3 മതസ്ഥരുടെ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് പാളയം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പാളയം, ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന് അറബിക് കൂടി വിശേഷിപ്പിക്കുന്ന പാളയം ജുമാ മസ്ജിദ്. ഇടതുഭാഗത്തായി ലെഫ്റ്റ് സൈഡ് പാളയം രക്തസാക്ഷി മണ്ഡപം. ജനസംഖ്യയുടെ പകുതിയിൽ താഴെ വരുന്ന ദരിദ്രർ, 50% താഴെ വരുന്ന, അടിയിൽ നിന്ന് 50% വരുന്ന ജനങ്ങൾ എന്ന് വെച്ചാൽ ഒരു 75 കോടി, 70 കോടിയിൽ പരം. രാഷ്ട്രത്തിൽ ആകെ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ 3% അവരുടെ കയ്യിൽ. 3%. ഈ 53 കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് മുകൾത്തട്ടിലുള്ള റൈറ്റ് സൈഡ് പാളയം ചർച്ച്. ഈ ചർച്ചിന്റെ ആകർഷക്കാഴ്ച കുരിശിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇടതുഭാഗത്തായ ലെഫ്റ്റ് സൈഡ് സ്റ്റേഡിയം, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. കേരള പോലീസ് സേനയിലെ ആദ്യ ഐജിയായ ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്ക് നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. നേരെ മുന്നിലായി വലതുഭാഗത്തായി പ്രതിമയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ 3ാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ. ഇടതുഭാഗത്തായി കടന്നു വരുന്നു. ലെഫ്റ്റ് സൈഡ് കേരള നിയമസഭാ മന്ദിരം. ലെഫ്റ്റ് സൈഡ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇടതുഭാഗത്ത് കേരള നിയമസഭാ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് നിയമസഭാ മ്യൂസിയം. റൈറ്റ് സൈഡ് JB രാജ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് വലതുഭാഗത്തായി. മരച്ചില്ലകളൊക്കെ ചിലപ്പോൾ നമ്മളെ തട്ടി തഴുകിയായിരിക്കും പോവുക കേട്ടോ. അപ്പോൾ അവർ വാണിംഗ് തരും, നിങ്ങളൊന്ന് സൂക്ഷിച്ചോളൂ എന്ന്. അപ്പോൾ നമ്മളോടൊപ്പം മാനത്ത് ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. അമ്പിളിമാമനോടൊപ്പമാണ് നമ്മുടെ യാത്രകളൊക്കെ. കണ്ടോ? അപ്പോൾ അമ്പിളിമാമനെയും കാണാം, യാത്രകളും കാണാം, പാട്ടും കേൾക്കാം. അടിപൊളി അടിപൊളി പാട്ടുകളാണ് ഇടുന്നത്. എല്ലാം മസ്റ്റ് ഒരു അടിപൊളി ടൂറായിരുന്നു അത്. ശ്രദ്ധിക്കുക, മരത്തിന്റെ ചില്ലക താഴ്ന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, മരത്തിന്റെ ചില്ലക താഴ്ന്നു വരുന്നുണ്ട്. இங்கே 2 லட்சம் வரைக்கான ரூம்களுக்கு நிமிஷம். അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ 2ാം ഭാഗവും വരുന്നുണ്ട്. കാത്തിരിക്കുക.